അഹമ്മദാബാദിലെ അതിപുരാതനമായ ജമാ മസ്ജിദിൻ്റെ മുന്നിലാണ്. പരിശുദ്ധ റമദാൻ വന്നതോടുകൂടെ എല്ലാ സ്ഥലങ്ങളിലെയും പോലെ തന്നെ ഇവിടെയും ആക്റ്റീവാണ് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ഇഫ്താർ ഇവിടെ വെച്ചാണ്. നമുക്ക് ഇഫ്താറിൻ്റെ കാഴ്ചകളിലേക്ക്. പരിശുദ്ധ റമദാനിലെ ആദ്യത്തിൽ തന്നെ തുടക്കം കുറിച്ച യാത്രയാണ്. ഉത്തരേന്ത്യയിലെ പരിശുദ്ധ റമദാനിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്ത് ആസ്വദിച്ച് ഒട്ടനവധി സിയാറത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പുരാതനമായ പള്ളിയിലേക്ക് എത്തിയത്. ഗുജറാത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്ന്, അഹമ്മദാബാദിലെ ഏറ്റവും പുരാതനമായ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പള്ളി. ഇവിടുത്തെ നോമ്പുതുറ വിഭവം ഫ്രൂട്ട്സ് മാത്രമാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ നാട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന, അവർ വാങ്ങിക്കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് അസറിന് ശേഷം തന്നെ കൊണ്ടുവന്ന് ഈ പള്ളിയിലിരുന്ന് കട്ട് ചെയ്ത് മഗ്‌രിബോട് അടുത്ത സമയത്ത് അവരുടെ സുപ്രയിൽ അത് വിളമ്പി നോമ്പ് തുറക്കാൻ പള്ളിയിലേക്ക് വരുന്ന ആളുകളെ ക്ഷണിക്കും. അങ്ങനെ ഞങ്ങൾക്കും ക്ഷണം കിട്ടി. ഒരു സുപ്രയിലിരുന്ന് നോമ്പ് തുറന്നു. എന്തൊരു സന്തോഷം! എല്ലാവരും ഒരുമിച്ച് കൂടി മനോഹരമായ നോമ്പ് തുറ. അൽഹംദുലില്ലാഹ്. ഇനി പള്ളിയെക്കുറിച്ച്. അഹമ്മദാബാദിലെ അതിപുരാതനമായ പള്ളി 1424 നിർമ്മാണം. സുൽത്താൻ അഹമ്മദ് ഷാ ഒന്നാമനാണ് നിർമ്മിച്ചത്. ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. അഹമ്മദാബാദിലെ മാണിക് ചൗക്കിന് സമീപത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കാലപ്പഴക്കത്തിൻ്റെ ഒരു മുഷിപ്പും തോന്നാത്ത ഒരു പള്ളി. അഹമ്മദാബാദിൽ നിന്ന് മറ്റൊരു ദിവസം വീണ്ടും കാണാം.